Now we are discussing agencies involved in the organization of knowledge in school. സ്കൂൾ നോളജിൽ അത് ഓർഗനൈസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഏജൻസികൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഏജൻസികൾ എന്തൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോമലായിട്ടും ഇൻഫോമലായിട്ടുള്ള ഏജൻസികളുണ്ട്, അവർക്ക് മെയിൻ റോൾ ഉണ്ട് എന്നൊക്കെ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഫോമൽ ഏജൻസികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള NCERT, MHRD അങ്ങനെയുള്ള കുറച്ച് ഏജൻസികളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൊത്തം എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ അത് ഓർഗനൈസ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അതിലൊരുപാട് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, പുതിയ ഇൻവെൻഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും കൂടി ചേർന്നിട്ട് ഇങ്ങനെയുള്ള ഏജൻസികളെ ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് MHRD ആണ്, അതായത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ട് വന്നത് 1910-ലാണ്. പക്ഷേ 1947-ലാണ് ഇതിനൊരു മെയിൻ ഫങ്ഷൻ എന്നുള്ള രീതിയിലേക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെൻറ്ററായിട്ട് ഇന്ത്യയിൽ തുടങ്ങുന്നത് 1947-ലാണ്. ദെൻ 1986 ആയപ്പോഴത്തേക്ക് നമ്മുടെ രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആ ഒരു സമയത്താണ് ഇതിന് ഒന്നും കൂടെ ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ് വന്നത്. അതായത് ഇതിൽ കൂടുതൽ സബ്ജക്റ്റുകളെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്, അതായത് വിമൻസ് എഡ്യൂക്കേഷൻ, സ്പോർട്സ്, കൾച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ട്രക്ചർ വന്നത്, ഈ ഒരു MHRDക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണകാലത്താണ്. ദെൻ ഓൾസോ ഇതിനെ ഹെഡ് ചെയ്യുന്നത് ഒരു സീനിയർ ആയിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കും. അങ്ങനെ വന്നിട്ടുള്ള ആദ്യത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു MHRDയുടെ ഹെഡായിട്ട് വന്നിട്ടുള്ള മിസ്റ്റർ PV നരസിംഹ റാവു എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ഇപ്പോൾ നിലവിലുള്ള MHRD എന്നുള്ള ഒരു രീതിയിൽ വന്നപ്പോഴത്തേക്ക് ഇതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് എഡ്യൂക്കേഷണൽ ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയുക റെഗുലേറ്റ് ചെയ്യാനുമുള്ള പവർ MHRDക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പിന്നെ എന്താ പറയുക ഇന്നോവേഷൻസ് കൊണ്ടുവരാനും MHRDക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. Then the next one is University Grant Commission, that means UGC. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും യൂണിവേഴ്സിറ്റികളുമായിട്ട് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് UGC. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ മോണിറ്റർ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും അവർക്ക് ഗ്രാൻഡ്സ് പ്രൊവൈഡ് ചെയ്യാനും മറ്റുള്ള കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുമുള്ള അധികാരം UGCക്കാണുള്ളത്. ഓക്കെ, എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ദെൻ ഓൾസോ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് വന്നത് ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ ആ ഒരു സമയത്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിലാണ് ഇത് നിലവിൽ വന്നത്. നമ്മൾ വേരിയസ് കമ്മീഷൻസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരെയുള്ള കാര്യങ്ങൾ ഈ ഒരു കമ്മീഷൻ്റെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിലാണ് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളെ ഹയർ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫോമൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഏജൻസി വേണമെന്നുള്ള രീതിയിൽ ഒരു ഒപ്പീനിയൻ വന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു റെക്കമെൻഡേഷനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് UGC 1953-ൽ അല്ലെങ്കിൽ എന്താ പറയുക പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു പോളിസി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പാസ്സാക്കിയത്. അങ്ങനെ 1953 20th ഡിസംബറിലാണ് ഇതിനൊരു ഫോമൽ ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഇതിനൊരു തുടക്കം എന്നുള്ള രീതിയിൽ UGC സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു എന്താ പറയുക ഇതിനെ ഇനോഗ്രേറ്റ് ചെയ്തത്. ദെൻ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ഒരു ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. 1956-ൽ ഇതിൻ്റെ ഒരു ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആ ഒരു കീഴിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് ഇതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ദെൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് ഈസ് NIEPA, NIEPA. ഇവിടെ NIEPA എന്ന് പറയുന്നത് ഒരു എന്താ പറയുക യുനെസ്കോയുടെ ഒരു റീജിയണൽ സെൻറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റീജിയണൽ സെൻറ്റർ ഫോർ എഡ്യൂക്കേഷണൽ പ്ലാനേഴ്സ് ആൻഡ്
അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് 1961-62 ആ പീരീഡ് യുനെസ്കോയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നീപ്പ നിലവിൽ വന്നത്. പിന്നീട് ഇതിനെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് മാറ്റി. അതായത് യുനെസ്കോ എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആണ് അല്ലേ. പിന്നീട് അത് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് അതിനെ റീനെയിം ചെയ്തു. പിന്നീട് ഒരു 10 വർഷത്തെ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് അവസാനിച്ചപ്പം യുനെസ്കോയുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് ഇതിനെ ടേക്ക് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതിനെന്ത് ചെയ്തു, നാഷണൽ സ്റ്റാഫ് കോളേജ് ഫോർ എഡ്യൂക്കേഷണൽ പ്ലാനേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് റീനെയിം ചെയ്തു. ആദ്യം വേൾഡ് വൈഡ് ആയിരുന്നു, പിന്നീട് ഏഷ്യൻ എന്നുള്ള ആ ഒരു ഇതിലേക്ക് വന്നു. പിന്നീട് ഇന്ത്യ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നാഷണൽ, അതായത് ഇന്ത്യയുടെ സ്റ്റാഫ് കോളേജ് ആൻഡ് എഡ്യൂക്കേഷൻ പ്ലാനേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി. ദെൻ 1979 ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ വീണ്ടും മാറ്റിയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതായത് എന്താ പറയുക, ഒരു സ്റ്റാഫ് ഡെവലപ്മെൻറ്റിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി എന്നുള്ള രീതിയിൽ അതിനെ മാറ്റി. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ന്യൂഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ NCERTയുടെ ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു നീപ്പ എന്നുള്ളതല്ല, ഇപ്പം അതെന്താണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതായത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാനിങ്ങും അഡ്മിനിസ്ട്രേഷനും ഒക്കെ നടത്തുന്ന ഒരു നാഷണൽ ഏജൻസി ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ നീപ്പയുടെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നോക്കാം. ഓർഗനൈസിംഗ് ട്രെയിനിങ് കോൺഫറൻസസ്, വർക്ക്ഷോപ്സ്, മീറ്റിംഗ് ആൻഡ് സെമിനാർസ് ഫോർ സീനിയർ എഡ്യൂക്കേഷണൽ ഓഫീസേഴ്സ് ഓഫ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അതായത് ഇതെന്താണ്, ഒരു എന്താ പറയുക, അഡ്മിനിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ പറഞ്ഞല്ലോ. അതായത് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ, അതിൽ എന്താ പറയുക, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓഫീസേഴ്സ്, അതിലെ എക്സ്പേർട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോച്ചിങ്ങുകൾ, സെമിനാർസ്, വർക്ക്ഷോപ്പ്, ട്രെയിനിങ്, ഇതൊക്കെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് നീപ്പ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലും ആയിട്ട് വർക്ക് ചെയ്യുന്നു. ദെൻ അണ്ടർടേക്കിംഗ്, എയ്ഡിങ്, പ്രൊമോട്ടിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് റിസർച്ച് ഇൻ എഡ്യൂക്കേഷണൽ പ്ലാനിങ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യും, എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങും അഡ്മിനിസ്ട്രേഷനുമായിട്ടുള്ള ഒരുപാട് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക, അതിനെയൊക്കെ ഒന്ന് എന്താ പറയുക, വർക്കിംഗ്, അതിൻ്റെ ഒരു സ്മൂത്ത് വർക്കിങ്ങിന് വേണ്ടി സഹായിക്കുക. ഇതൊക്കെയാണ് നീപ്പയുടെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇങ്ങനെയുള്ള ആളുകൾക്ക്, എഡ്യൂക്കേഷണൽ എക്സ്പേർട്ടുകൾക്ക് പ്രൊഫഷണലായിട്ടും അക്കാഡമിക്കായിട്ടുമുള്ള ഒരു ഗൈഡൻസ് നൽകുക. ദെൻ ഓൾസോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുക്സുകളൊക്കെ പ്രിൻ്റ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക, റിസർച്ച് പേപ്പേഴ്സ് കൊണ്ടുവരിക, ആർട്ടിക്കിൾസ് ഇറക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഒരു എന്താ പറയുക, പ്ലാനിങ്, അല്ലെങ്കിൽ ഈ പിന്നെ ഓരോ സമയം കഴിയും തോറും അതിൽ വേണ്ട ചേഞ്ചസുകൾ കൊണ്ടുവരണമല്ലോ. അപ്പം ആ നിലവിലുള്ള എഡ്യൂക്കേഷണൽ സെറ്റപ്പിൽ മാറ്റം വരുത്തുക, അതിനനുസരിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഇവരെ വീണ്ടും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഇതിൻ്റെ അനദർ ആക്ടിവിറ്റിയാണ്. ദെൻ ഓൾസോ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസുമായിട്ട്, ഇന്ത്യയിലുള്ളതും പുറത്തുള്ളതുമായ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമുള്ള ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ പുറമെയുള്ള വേൾഡിലുള്ളതും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ കൊളാബറേഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെൻറ്ററാണ് ഇതിൻ്റെ എക്സലൻസ്, ഒരു സെൻറ്റർ ഫോർ എക്സലൻസ് ആണ്. അതായത് ഈ എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങും അഡ്മിനിസ്ട്രേഷനൊക്കെ നടത്തുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ പുതിയ കാര്യങ്ങളും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഓരോ ജനറേഷനിൽ വരുന്ന മാറ്റങ്ങളും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ന്യൂ ഐഡിയാസിനെയും ടെക്നോളജീനെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെൻറ്റർ ഫോർ എക്സലൻസ് എന്നാണ് ഈ നീപ്പ അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ പിന്നെന്ത് ചെയ്യും, പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ് പ്രോഗ്രാമുകളെ ഓർഗനൈസ് ചെയ്യുന്നു. നമുക്കറിയാം പ്രീ സർവീസ് എന്താണ്, ഇൻ സർവീസ് എന്താണ്. പ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരാളൊരു സർവീസിൽ കയറുന്നതിന് മുന്നേ, ഒരാളൊരു ജോബിൽ
പിന്നെ ചേരുന്നതിന് മുന്നേ അയാൾക്ക് കിട്ടേണ്ട സർവീസുകൾ അല്ലെങ്കിൽ കിട്ടേണ്ട ട്രെയിനിങ്ങുകളാണ് നമ്മൾ പ്രീ സർവീസ് എന്ന് പറയുന്നത്. ഇൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഓൺ ഡ്യൂട്ടിയിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങുകളാണത് ഇൻ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിനെയും ഓർഗനൈസ് ചെയ്യുന്നു. പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ, സെമിനാർസ്, പിന്നെ സീനിയർ എഡ്യൂക്കേഷൻ ഓഫീസേഴ്സൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നു. ദെൻ ഓൾസോ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പിന്നെ റിഫ്രഷൻ കോഴ്സസ്, ആർക്ക് യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ എന്ത് കൊടുക്കുക, പുതിയ കോഴ്സുകൾ അല്ലെങ്കിൽ അവരെ ഒന്നുകൂടെ പിന്നെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടാകും. അപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഓരോ ജനറേഷനിലുള്ള സ്റ്റുഡൻസ് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അവരുടെ ആ ഒരു സിലബസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ അവർ പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളും. അതേപോലെ ടീച്ചേഴ്സിനും വേണം അല്ലേ, എഡ്യൂക്കേഷണലിസ്റ്റുകൾക്കും വേണം. അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാവുക, ഈ ഇൻ സർവീസ് പ്രോഗ്രാമുകളിലൂടെ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പുകളിലൂടെ, റിഫ്രഷ്മെൻറ്റ് കോഴ്സുകളിലൂടെയൊക്കെയാണ് അവർക്ക് അത് കിട്ടുന്നത്. ദെൻ എന്താ പറയുക, ഇതേപോലെ തന്നെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസുകൾ എന്താ പറയുക ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെമിനാർസ്, പിന്നെ ലെജിസ്ലേറ്റേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ്, ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുന്നതും ആരാണ്, ഈ നീപ്പയാണെന്ന് നമുക്ക് പറയാം. Then also to undertake, aid, promote and coordinate research in various aspects of educational planning. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്, പുതിയ റിസർച്ച് സ്റ്റഡീസിലൂടെയാണ് നമ്മൾ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് ഒരു ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു റിഫ്രഷ്മെൻറ്റ് കോഴ്സിലൂടെ ഈ എഡ്യൂക്കേഷണലിസ്റ്റുകൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ച് ആക്ടിവിറ്റീസുകൾ നടക്കുന്നുണ്ട്, ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നത് അണ്ടർ നീപ്പയാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, the next one is NCERT, National Council for Educational Research and Training. ഓക്കെ, അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആദ്യമായിട്ട് 1961 സെപ്റ്റംബർ 1 ഒരു ആക്ട്, പാർലമെൻറ്റിൽ ഒരു ആക്ട് പാസ്സാക്കിയതിന് ശേഷം ഇത് നിലവിൽ വന്നത്. ഇതിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹി തന്നെയാണ്. ഇനി ഇതിൻ്റെ ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് MHRD ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ് ഇതിൻ്റെ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇതൊരു ഓട്ടോണോമസ് ബോഡിയാണ്. അതായത് എന്ത് ചെയ്യും, സർവീസിലുള്ള ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സർവീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓട്ടോണോമസ് ബോഡിയാണ് ഇത്. ആൻഡ് ഓൾസോ ഇറ്റ് പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ്, ഇതിൻ്റെ ഒരു പ്ലാൻസും പ്രോഗ്രാംസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഓരോ സ്റ്റേറ്റിലുമുള്ള ബ്രാഞ്ച് ഓഫീസുകൾ വഴിയാണ്. ഇതൊരു നാഷണൽ ബോഡി ആണെങ്കിൽ കൂടി ഓരോ സ്റ്റേറ്റിലും ഇതിന് ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കും. അതിലൂടെയാണ് ഓരോ സ്റ്റേറ്റിൻ്റെയും കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റേറ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു എഡ്യൂക്കേഷനിൽ കൊണ്ടുവരേണ്ടത്. അത് എന്താണെന്ന് തീരുമാനിക്കാനുള്ള അത് ആ ഒരു ബ്രാഞ്ച് സെക്ഷനിലാണ് വരിക. ഓക്കെ, അവിടെ ഒരു ഫീൽഡ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ഒരാളെ നിയമിക്കും. ദെൻ എന്തൊക്കെയാണ് ഈ NCERTയുടെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു, റിസർച്ച് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ, അതൊക്കെയാണ് NCERTയുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് കോഴ്സസ് അല്ലേ. അപ്പോൾ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻ സർവീസ് കോഴ്സുകളെ ഓർഗനൈസ് ചെയ്യുക. ദെൻ മൈസൂരിലും ഭോപ്പാലിലും ഭുവനേശ്വറിലൊക്കെയുള്ള റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനുകളെ മാനേജ് ചെയ്യുന്നതും ഈ NCERT ആണ്. ദെൻ നമ്മൾ മിക്കവാറും ചില ടെക്സ്റ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ NCERTയുടെ ബുക്കാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ NCERT ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, പീരിയോഡിക്കൽസ് ഉണ്ട്, ലിറ്ററേച്ചറുമായിട്ടും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എഡ്യൂക്കേഷനുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ട് ഇത്തരം ബുക്സൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്, NCERT ആണ്. ദെൻ ഒരു മോഡൽ കരിക്കുലം, സിലബസ്, ടെക്സ്റ്റ് ബുക്ക് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും NCERTയുടെ കീഴിലാണ്. ആൻഡ് ഓൾസോ ഫിനാൻസിങ് ആൻഡ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അതായത് NCERTയുടെ കീഴിൽ വരുന്നതാണ് SCRT, അതായത് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്.
അപ്പോൾ ഇതിൻ്റെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിസർച്ച്, ഇതിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട്, ഇതിൻ്റെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരായിരിക്കും? NCERT ആണ്. ദെൻ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് NCERT? ഓക്കെ, ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഇന്ത്യയിലുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം, എങ്ങനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം എന്നുള്ള ആ ഒരു വ്യൂവിലാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിനെ ഫോം ചെയ്തത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് ഇതിൻ്റെ ഫങ്ഷൻസിൽ വരുന്ന ഒന്നാണിത് റിസർച്ച് റിലേറ്റിംഗ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് സ്കൂൾ എഡ്യൂക്കേഷനിലാണെങ്കിലും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലാണെങ്കിലും പിന്നെ അതിലൊക്കെ വരുന്ന റിസർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്താണ്, അതൊക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നത് NCERT ആണ്. ദെൻ ഓൾസോ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ലെക്ചേഴ്സിനും അല്ലെങ്കിൽ പ്രിൻസിപ്പൽസ്, ഹെഡ് മാസ്റ്റേഴ്സ് ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ലോ കോസ്റ്റ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാം, അല്ലേ? ഓരോ എന്താ പറയുക ഏരിയാസ് അനുസരിച്ച്, ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ച് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ടായിരിക്കാം. ചില സ്ഥലങ്ങളിൽ വളരെ റൂറൽ ഏരിയാസ് ഒക്കെ ആണെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം ലോ കോസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Then also disseminates innovative teaching methods, techniques developed and research findings on educational practices. അതായത് പുതിയ ടെക്നിക്സ്, പുതുതായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം, മെത്തേഡ്സ് ആണെങ്കിലും പിന്നെ IT ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ അതിനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരിക. Then serve as a clearing house for information and statistics on education. അതായത് എഡ്യൂക്കേഷനിൽ ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഇൻഫർമേഷനിൽ വരുന്ന എന്താ പറയുക ചേഞ്ചസുകളെയൊക്കെ ക്ലിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ വരുന്ന എറേഴ്സുകളെ ക്ലാരിഫൈ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് NCERT ആണ്. ദെൻ കണ്ടക്ട്സ് പീരിയോഡിക്കൽ സർവേസ് ലൈക്ക് ഓൾ ഇന്ത്യ എഡ്യൂക്കേഷണൽ സർവീസ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് സർവേസ് നടത്തും. എങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്നറിയാൻ, അല്ലെങ്കിൽ ഇതിൽ ഡ്രോബാക്ക് എന്തൊക്കെയാണ്, ഇതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് സർവേസ് നടത്തും. അപ്പോൾ ഇതും കൂടെ ചെയ്യുന്നത് NCERTയുടെ അണ്ടറിലാണ്. ദെൻ എഡ്യൂക്കേഷൻ റിപ്പോർട്ടുകൾ, ഇങ്ങനെ സർവേ ഒക്കെ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പോലെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കും, പിന്നെ ബുള്ളറ്റിൻസ് പ്രസിദ്ധീകരിക്കും. ഇതൊക്കെ ചെയ്യുന്നതും NCERT ആണ്. ദെൻ ഓൾസോ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട എന്താ പറയുക ഉപദേശങ്ങൾ അല്ലെങ്കിൽ അഡ്വൈസുകൾ നൽകുന്നത് NCERT ആണ്. ദെൻ അത് മറ്റുള്ള ഏജൻസികളുമായിട്ട് ചേർന്നിട്ട്, എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള ഏജൻസികളുമായിട്ട് ചേർന്നിട്ട് അവരുടെ റിസർച്ചും ട്രെയിനിങ്ങുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും NCERTയുടെ ഫങ്ഷനാണ്. ദെൻ NCERT എന്ന് പറയുന്നത് വേരിയസ് എന്താ പറയുക ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മെയിനായിട്ട് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എവിടെയൊക്കെയാണുള്ളത്? മൈസൂർ, ഭുവനേശ്വർ, ഭോപ്പാൽ, അജ്മീറിലാണ്. ഇങ്ങനെ 4 സ്ഥലങ്ങളിലായിരുന്നു മെയിൻ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ സെൻറ്ററുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് BSc B.Ed BA B.Ed എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസുകൾ ഇവർ നടത്തുന്നുണ്ട്. അത് 12 ഇയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞവർക്ക് അതിൽ അഡ്മിഷൻ കിട്ടുന്നതാണ്. ദെൻ ആൻഡ് ഓൾസോ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് പോലെ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു MSc B.Ed MA B.Ed NCO B.Ed എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ കൂടെ തന്നെയുള്ള ഒരു പ്രോഗ്രാംസും കൂടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ആദ്യം ഈ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. RIE എന്നുള്ളത് RCE എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അന്ന് അവർ ഒരു 1 ഇയർ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. B.Ed ഒക്കെ ഒരു 1 ഇയർ കോഴ്സായിരുന്നു. പിന്നീടാണ് 2 ഇയർ കോഴ്സ് എന്നുള്ളതിലേക്ക് മാറിയത്. ദെൻ അപ്പോൾ അന്ന് ആ ഒരു എന്താ പറയുക 1 ഇയർ കോഴ്സിൽ നിന്നുള്ള വരുന്ന ഒരു ലാഗിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ടീച്ചേഴ്സിന് ഒരു ലാഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അങ്ങനെ ഒരു 1 ഇയർ കോഴ്സ് പ്രൊവൈഡ് ചെയ്തത്. പിന്നീട് അതിനെ ബാൻ ചെയ്തു. അത് ഒഴിവാക്കിയിട്ടാണ് ഈ 2 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം എന്നുള്ള രീതിയിലേക്ക് വന്നത്. ഇപ്പം ഈ RIE അല്ലെങ്കിൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്
പിന്നെ പ്രൈമറി എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കീമുകൾക്കാണ്, അതായത് സർവ്വശിക്ഷ അഭിയാൻ SSA പോലുള്ള പ്രോഗ്രാമുകൾക്കാണെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഓൾസോ ടെക്സ്റ്റ് ബുക്സ്, അതായത് CBSE സിലബസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിപ്പയർ ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ NCERT പബ്ലിഷ് ചെയ്യുന്ന ബുക്സുകളൊക്കെ എന്താ പറയുക, ഡിഫറെൻറ്റ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ CBSE NCERT ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബുക്കുകൾ ഇന്ത്യയിൽ തന്നെ വളരെ എന്താ പറയുക ബെസ്റ്റ് ആയിട്ടുള്ള ബുക്സ് ആണെന്നാണ് പറയുന്നത്. ഇവരുടെ അണ്ടറിൽ വരും. കാരണം ഇതൊരു എന്താ പറയുക ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഓട്ടോണോമസ് ബോഡി ആണെങ്കിൽ അവർ ഒരുപാട് മെമ്പേഴ്സ്, ഒരുപാട് എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ ഒരു റിസർച്ച് നടത്തിയിട്ടാണ് ഇങ്ങനെയുള്ള ബുക്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? NCERTയുടെ ഫങ്ഷൻസിൽ വരുന്ന അല്ലെങ്കിൽ NCERTയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇപ്പോൾ ഇതുവരെ നമ്മൾ നാഷണൽ ഒരു സ്കൂൾ ലെവലിലുള്ള എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. MHRD ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറഞ്ഞു. അതേപോലെ UGC, NCERT. നൗ NCT, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഈ ടീച്ചേഴ്സിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏജൻസിയാണെന്ത് NCTE എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു 1973 ഇതൊരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ വന്നത്. അതായത് ഒരു അഡ്വൈസറി ബോഡി ഫോർ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള ഒരു അഡ്വൈസറി ബോഡി ആയിട്ടാണ് ഇത് ഫോം ചെയ്തത്. അതായത് ഗവൺമെൻറ്റിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അഭിപ്രായം പറയാനുള്ള ഒരു ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഇനി ഇതിൻ്റെ ഒരു സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് NCERTയുടെ കീഴിലാണ് അല്ലെങ്കിൽ NCERTയുടെ അതിലാണ് വരുന്നത്. അപ്പോൾ ഇത് ടീച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിലുള്ള ഇന്നോവേഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് NCTE കൊണ്ടുവന്നത്. പിന്നെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986 അല്ലെങ്കിൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ NCTEയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റിസോഴ്സുകൾ ഈ ടീച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ NCTE എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു നിലവിൽ വന്നത് അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആക്ടിലൂടെ നിലവിൽ വന്നത് 1993 ഓൺ ദ 17th of August 1995. അല്ലെങ്കിൽ ആ ഒരു ആക്ട് നിലവിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു NCTE എന്നുള്ള ഒരു പർപ്പസിലേക്ക് ഇത് വന്നത്. ഇനി എന്തൊക്കെയാണ് ഈ NCTEയുടെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് നോക്കാം. എന്തൊക്കെയാണ്? ടു കോർഡിനേറ്റ് ആൻഡ് പ്ലാൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുക, അതിനെ ഡെവലപ്മെൻറ്റ്സിനെയൊക്കെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഓൾസോ ഈ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ്സിനെ കീപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനായിട്ട് ഒരു വാല്യൂസ് വെച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. ദെൻ approve only those institutions for teacher education which satisfy the prescribed norms of infrastructural and instructional facilities. ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്തുകൊണ്ടുള്ള നോംസും കീപ്പ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമാണ് അംഗീകാരം കൊടുത്തിരുന്നത്. അതായത് അവിടെ അത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഒരു ടീച്ചേഴ്സിന് അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസും ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസും അവിടെ ഉണ്ടായിരിക്കണം. ദെൻ ഓൾസോ ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ട ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ അപ്ഗ്രേഡ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക നിലവിലുള്ള ആ ഒരു നോളജിനെ, ആ ഒരു കഴിവിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസിനെ കണ്ടക്ട് ചെയ്യുക. ദെൻ അവർക്ക് അതിനൊരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഡിപ്ലോമ, ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ദെൻ റിസർച്ച് ലെവലിലൊക്കെയുള്ള ഓരോ എന്താ പറയുക ഗ്രേഡ് അനുസരിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ എന്താണ് NCTE ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പിന്നെ NCTEയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് NCTE, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് നോക്കാം. ഇപ്പോൾ NCTEയുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. മെയിനായിട്ട് 4 റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 4 റീജിയണൽ എഡ്യൂക്കേഷണൽ സെൻറ്റർ ഉണ്ട്. ബാംഗ്ലൂർ, ഭോപ്പാൽ, ഭുവനേശ്വർ ആൻഡ് ജയ്പൂർ, ഈ 4 സ്ഥലങ്ങളിലായിട്ട് 4 സെൻറ്റേഴ്സ് ഉണ്ട്.
അപ്പോൾ ഇവിടെയൊക്കെ ഈ NCTയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 4 സെൻറ്ററുകളിലായിട്ടൊരു അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ തന്നെ അവർക്കുണ്ട്. അവരാണ് ഇതിൻ്റെ ഫിനാൻസ് അല്ലെങ്കിൽ പിന്നെ മറ്റു ഇന്നോവേഷൻസ്, ടീച്ചർ എഡ്യൂക്കേഷനിൽ വരുന്ന മാറ്റങ്ങൾ, കോർഡിനേഷൻ, ഡോക്യുമെൻറ്റേഷൻ, ഇൻ സർവീസ് പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്. ആൻഡ് ഓൾസോ ഈ NCTയുടെ ഹെഡ്ക്വാർട്ടേഴ്സിനെ ലീഡ് ചെയ്യുന്നത് ചെയർപേഴ്സണാണ്. പിന്നെ ഈ 4 സെൻറ്ററുകളിലായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള സെൻറ്റേഴ്സിനെ ചെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റീജിയണൽ ഡയറക്ടർ ഉണ്ടായിരിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെൻറ്റർ ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഓഫ് എഡ്യൂക്കേഷൻ, CASE. ഇനി എന്താണ് CASE എന്ന് നോക്കാം. ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡെവലപ്ഡ് നാഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. ടീച്ചർ എഡ്യൂക്കേഷൻ ഒരുപാട് മെറിറ്റ്സിൻ്റെ കൂടാതെ തന്നെ ഇതിന് ഒരുപാട് ചലഞ്ചസുകളെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ള ഈ ഫീൽഡിൽ വരുന്ന അല്ലെങ്കിൽ ചേഞ്ചസിന് ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഏജൻസിയാണെന്ത് CASE എന്ന് പറയുന്നത്. ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് UGC ആണ്. ഫസ്റ്റ് ഇങ്ങനെ ഒരു UGC ഇങ്ങനെ ഒരു ഏജൻസി കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോമൽ സിസ്റ്റം കൊണ്ടുവന്നത് ഗുജറാത്തിലുള്ള MS യൂണിവേഴ്സിറ്റി ഇൻ ബറോഡ എന്ന് പറയുന്നിടത്താണ്. ദെൻ ഓൾസോ 2 സെൻറ്റേഴ്സിലും കൂടെ കൊണ്ടുവന്നു. എവിടേക്കാണ്? യൂണിവേഴ്സിറ്റി ഓഫ് ലക്നൗ ആൻഡ് റോഹിൽഖണ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് 2 സെൻറ്റേഴ്സിലും കൂടെ ഈ ഒരു CASEയുടെ ഇത് കൊണ്ടുവന്നു. ഓക്കെ. ദെൻ ഈ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ UGC ഗ്രാൻഡ് കമ്മീഷനാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ടു എൻകറേജ് കോപ്പറേറ്റീവ് റിസർച്ച് വർക്ക്, അതായത് ടീച്ചർ എഡ്യൂക്കേഷനിൽ ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് വർക്കിനെ എൻകറേജ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ പ്രൊവൈഡ് ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു, അവർക്ക് നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ബുക്ക്ലെറ്റ്സ് വഴിയോ ജേർണൽസ് വഴിയോ ഹാൻഡ് ബുക്ക് വഴിയോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അവരുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ അത് സ്കോളർഷിപ്പായിട്ടും ഗ്രാൻഡായിട്ടും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഓൾസോ പ്രോഗ്രാംസ് ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നു. ദെൻ ടീച്ചർ ഫെലോഷിപ്പ് ഗ്രാൻഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈ ടീച്ചർ എഡ്യൂക്കേഷനെ ഒരു റിസർച്ച് ഫീൽഡിലേക്ക് കൊണ്ടുപോകാം, ഒരു റിസർച്ച് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു. ദെൻ എക്സ്റ്റൻഷൻ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ ഒരുപാട് എക്സ്റ്റൻഷൻ പ്രോഗ്രാംസ് ഉണ്ട് ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അതിനെല്ലാം NCERT, NCTE അല്ലെങ്കിൽ UGC ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഓർഗനൈസ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.